ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ്. സ്കൂൾ തുറന്ന ഉടനെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെ ആയിട്ട് ക്രിസ്മസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കിട്ടും. അങ്ങനെ ഉത്തരക്കടലാസുകൾ കിട്ടിക്കഴിയുമ്പോഴാണ് പല കുട്ടികൾക്കും ഒരു ചൂട് വരിക. ഇനി ഞാൻ നന്നായി തന്നെ പഠിക്കണം. ക്രിസ്മസ് പരീക്ഷയിൽ പോലെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉഴപ്പിക്കഴിഞ്ഞാൽ സംഭവം ശരിയാവില്ല. അവിടെ വരുത്തിയ തെറ്റുകളൊക്കെ തിരുത്തി ഇനി വരാനിരിക്കുന്ന മോഡൽ എക്സാമിനും ബോർഡ് എക്സാമിനും ഒക്കെ തയ്യാറെടുക്കണം എന്ന തോന്നലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അപ്പോൾ വരിക. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഉത്തരക്കടലാസ് കിട്ടാൻ വേണ്ടി ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മോഡൽ എക്സാമിനും ബോർഡ് എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്രിസ്മസ് എക്സാമിന് വരുത്തിയ എന്തൊക്കെ തെറ്റുകളാണ് നമുക്ക് തിരുത്തേണ്ടത്, എങ്ങനെയാണ് ഏറ്റവും മികച്ച മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക എന്ന കാര്യമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ, അതായത് നിങ്ങൾക്ക് എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉയർന്നു എന്ന കാര്യം ഉറപ്പായും താഴെ ഒരു കമൻറ്റും നിങ്ങൾ എല്ലാവരും ഇടണം കേട്ടോ. സോ കാര്യത്തിലോട്ട് കിടക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി മക്കൾക്കും ഒരു 90% വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ക്രിസ്മസ് പരീക്ഷയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കാത്തവരായിരിക്കും. അതായത് അത് ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, നിങ്ങളുടെ എഫേർട്ടിനെ കുറച്ച് കാണുന്നതുമല്ല. കാരണം നിങ്ങളിൽ മെജോറിറ്റി മക്കളും രാവും പകലുമില്ലാതെ പഠിച്ചു തന്നെയാണ് പരീക്ഷ എഴുതാൻ പോയിരിക്കുന്നത്. എന്നിട്ട് പോലും നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല, നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചില്ല, ശരിയല്ലേ? അതിൻ്റെ കാരണം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കണം മക്കളെ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു പ്രശ്നം എനിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? മാത്സും ഈ പറയുന്ന കെമിസ്ട്രിയും ഒക്കെ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ടാവുക? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന കാരണവും എൻ്റെ കാരണവും ഞാൻ പറയാം. നിങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സാർ ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടായിരുന്നു, സാർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞങ്ങൾ പ്രതീക്ഷ ഒരു ചോദ്യവും ഉണ്ടായിരുന്നില്ല. ഇതായിരിക്കും മെജോറിറ്റി മക്കളുടെയും മനസ്സിലുണ്ടാവുക. സത്യമാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും ചോദിച്ചു കാണാത്ത റയറസ്റ്റായ ക്വസ്റ്റ്യൻസ് പലതും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യവും അത് തന്നെയാണ്. ഞാൻ അതിനോട് 100% എഗ്രി ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഫിസിക്സ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ ഈ പറയുന്ന കെമിസ്ട്രിയും മാത്സും കഴിഞ്ഞു വന്ന പരീക്ഷയാണ് ഫിസിക്സ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ രണ്ട് പരീക്ഷയെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിരുന്നില്ലേ? സത്യസന്ധമായിട്ട് ആലോചിക്കണം. ഈ രണ്ട് പരീക്ഷയെ കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സ് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നില്ലേ? ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും ഈസിയായ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എന്നാണോ നിങ്ങളുടെ വിചാരം? ഒരിക്കലുമല്ല. നല്ല സ്റ്റാൻഡേർഡ് ഏറിയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഫിസിക്സിൻ്റെ +1 പരീക്ഷാ പേപ്പറിലും ഉണ്ടായിരുന്നത്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ കഴിഞ്ഞ മാത്സിനെയും കെമിസ്ട്രിയെയും കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നിങ്ങളുടെ മെൻറ്റാലിറ്റി മാറ്റം വരുത്തി, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ മാറ്റം വരുത്തി. അതായത് ഈ രണ്ട് പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വന്നു, നിങ്ങൾക്കൊരു റിയലൈസേഷൻ വന്നു, ഇങ്ങനെയൊന്നും പഠിച്ചാൽ പോരാ, സ്ഥിരമായി വരുന്ന PYQs മാത്രം പഠിച്ചതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഈ കഴിഞ്ഞ രണ്ട് പരീക്ഷയിൽ നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. സോ ഇതേ ക്വസ്റ്റ്യൻ പാറ്റേൺ വരാൻ പോകുന്ന ഫിസിക്സിലുമാണെങ്കിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ തന്നെ കുറച്ചുകൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, കുറച്ചുകൂടി കോൺസെപ്റ്റ് കൃത്യമായി പഠിക്കണം എന്ന തോന്നൽ നിങ്ങളിൽ പലർക്കും വന്നു. സോ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ മാറ്റം വരുത്തി, നിങ്ങളുടെ മെൻറ്റാലിറ്റി മാറ്റിയപ്പോൾ പ്രിപ്പറേഷൻ മാറി, നിങ്ങൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ മാറി. അങ്ങനെയാണ് പരീക്ഷ കുറച്ചുകൂടി ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചത്. സോ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും അത് നേരിടാൻ തക്കവണ്ണം നിങ്ങൾ നിങ്ങളെ തയ്യാറെടുപ്പിക്കുക. അല്ലാതെ ഇനി വരാനിരിക്കുന്ന മോഡൽ എക്സാമും ബോർഡ് എക്സാമും ഒക്കെ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, ഈസി വാക്ക് ഓവർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എന്നൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ആലേട്ടൻ പറയുന്ന പോലെ അതിമോഹം മാത്രമായിരിക്കും, വേറെ ഒന്നും പറയാനില്ല. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഒരു സൂചനയായി കണ്ട് ഇത് അനുസരിച്ച് വേണം തയ്യാറെടുക്കാൻ. ഈ മെൻറ്റാലിറ്റി അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഇനി വരാനിരിക്കുന്ന മോഡൽ എക്സാമിൻ്റെ മാത്സും കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം ഈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൻ്റെ തട്ടൊരിക്കലും താഴില്ല. നമ്മൾ വേണം അതിനൊത്ത് മുന്നോട്ട് പോവാൻ, നമ്മൾ വേണം ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാൻ. അതാദ്യം നിങ്ങളെല്ലാവരും തിരുത്തേണ്ട ഒരു തെറ്റ് തന്നെയാണ്. ഇനി ഈസിയാണ് പരീക്ഷ, ഈസിയായ ക്വസ്റ്റ്യൻസ് ആണ് എന്ന മെൻറ്റാലിറ്റിയൊക്കെ മാറ്റിവെച്ച് ഡിഫിക്കൽട്ട് എക്സാമിന് വേണ്ടി തന്നെ തയ്യാറെടുക്കുക. ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്, NCERT ക്വസ്റ്റ്യൻസ്, NCERT എക്സാമ്പിൾസ്, എക്സൈസ് ക്വസ്റ്റ്യൻസ്, PYQs മുഴുവനും 5-6 വർഷത്തെ മുഴുവൻ PYQs വർക്കൗട്ട് ചെയ്യണം. അതിനകത്ത് ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ക്രിസ്മസ് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. എല്ലാം കൃത്യമായി തന്നെ വർക്കൗട്ട് ചെയ്യണം. ഒരു വർഷത്തിൽ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീതം, ഒരു 6 വർഷമാണെങ്കിൽ 18 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഉറപ്പായിട്ടും ചെയ്യണം. ഒരു മടിയും അതിനകത്ത് കാണിക്കരുത്. അടുത്ത കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മെൻറ്റാലിറ്റിയിൽ നമ്മൾ മാറ്റം വരുത്താൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞു വെച്ചാൽ, സാർ ഇപ്പം ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ടിരുന്നു,
ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന +1 ചാപ്റ്റർ ഞാൻ സ്വന്തമായിട്ട് പഠിക്കാൻ ഉദ്ദേശിച്ചു. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചാൽ എനിക്ക് എത്ര തന്നെ പഠിച്ചാലും അതൊരു കോൺഫിഡൻസ് വരുന്ന ചാപ്റ്റർ അല്ല. ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ 3-4 ദിവസം എടുത്തിട്ടാണ് ആ ചാപ്റ്ററിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു തീർക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു തീർത്താലും എനിക്ക് ഉള്ളിൻ്റെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. ഞാൻ പഠിച്ചതിനപ്പുറം മറ്റെന്തെങ്കിലും ചോദിക്കുമോ എന്നൊരു കോൺഫിഡൻസ് കുറവ് എനിക്കുണ്ട്. സോ അതുമൂലം കൂടി പരീക്ഷ പലതും എനിക്ക് ബുദ്ധിമുട്ടാവാറുണ്ട്. അറിയുന്ന ചോദ്യങ്ങൾ പോലും ഞാൻ തെറ്റിക്കാറുണ്ട്. അതിന് കാരണം എൻ്റെ കോൺഫിഡൻസ് കുറവ് തന്നെയാണ്. സോ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ കംപ്ലീറ്റ്നെസ് വരുത്താൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ ഒരു ടോപ്പിക്ക് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഒരു ഉദാഹരണം, ഒരു സിമ്പിൾ എക്സാമ്പിളിന് വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയുവാണ്. അതായത് ഇപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി. ഈ ടോപ്പിക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് എന്താ വരിക? ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ടോപ്പിക്കാണ് ഓർബിറ്റൽ വെലോസിറ്റി. ആ ഓർബിറ്റൽ വെലോസിറ്റി എന്താണ്? അത് ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുന്ന ഒരു സാറ്റലൈറ്റ് പൊസസ് ചെയ്യുന്ന വെലോസിറ്റിയാണ്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം? സെൻട്രിപെറ്റൽ ഫോഴ്സും അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടി ഇക്വേറ്റ് ചെയ്തിട്ടാണ് ഡെറിവേഷൻ ചെയ്യുന്നത്. ലൈക്ക് ആ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ എല്ലാം നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. ഇതുപോലെ ഫിസിക്സിനകത്ത് ഏത് ടോപ്പിക്ക്, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് മോഷൻ കണക്ട് ചെയ്യാൻ പറ്റണം. ഫ്രിക്ഷൻ്റെ ടൈപ്സ്, ലോസ്, ഇതെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ വേണം +1 ഫിസിക്സിൽ പോലുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക്കുകൾ ഓരോന്നും. നിങ്ങൾ പലർക്കും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് ഏത് ചാപ്റ്ററിലെയാണ് എന്ന് പോലും അറിയാത്ത മക്കളുണ്ട്. അതിന് കാരണം കോൺസെപ്റ്റ് സ്ട്രോങ് അല്ല, കോണ്ടന്റ് സ്ട്രോങ് അല്ല എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. സോ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അടിമുടി മുഴുവനായിട്ടും ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിക്കുക. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോകരുത്. കാരണം നമ്മുടെ മാമനോ മച്ചാനോ അല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ക്വസ്റ്റ്യൻ പേപ്പർ വരണമെന്ന് നിർബന്ധമില്ല. ഒരു ടോപ്പിക്കിൽ നിന്ന് ഇതേ വരുള്ളൂ എന്ന മെൻറ്റാലിറ്റി മാറ്റിവെച്ച് ഈ ടോപ്പിക്കിൽ നിന്ന് ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ഉത്തരം എഴുതാൻ ഞാൻ തയ്യാറാണ് എന്ന രീതിയിൽ നിങ്ങളുടെ മെൻറ്റാലിറ്റി നിങ്ങൾ മാറ്റുക. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ കൂട്ടുക. ഇതാണ് ചെയ്യേണ്ട പരിപാടി. ഓക്കെ, അതായത് ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ കോൺസെപ്റ്റ് പഠിക്കുക. 6 വർഷത്തെ PYQ വർക്കൗട്ട് ചെയ്യുക. NCERTയിലുള്ള പ്രധാനപ്പെട്ട പോസിബിളായ എക്സാമ്പിൾസും എക്സസൈസ് ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. അതെങ്ങനെയാണ് സാറേ ഇത് പോസിബിൾ ആണ്, ഇത് പോസിബിൾ അല്ലേ എന്ന് തിരിച്ചറിയുക. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എളുപ്പമുള്ള സൊല്യൂഷൻ, ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു 1.5 പേജ് ഉണ്ടെങ്കിൽ അത് പൊതുവേ നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ലാത്ത ചോദ്യം തന്നെയാണ്. സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് ഒരു അവസാന 6 വർഷത്തെ PYQ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധാരണ വരും ഏതൊക്കെ NCERT ക്വസ്റ്റ്യൻസ് ആണ് അതിലൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത്. ആ NCERT ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വരാൻ സാധ്യതയുള്ളത്. സോ അത് മനസ്സിലാക്കി തന്നെ NCERTയെ കൃത്യമായി തന്നെ പഠിക്കുക. പിന്നെ ഇവയിലൊന്നും പെടാത്ത കാര്യമാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ആ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തയ്യാറെടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കുക എന്നത് മാത്രമാണ്. കോൺസെപ്റ്റ് ആത്മാർത്ഥമായി തന്നെ സ്ട്രോങ് ആക്കുക. ഈ പറയുന്ന കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് ക്രാക്ക് ചെയ്യാം. ഇനി മൂന്നാമത്തെ കാര്യത്തിലോട്ട് കിടക്കാം. തേർഡ് കാര്യം, അത് എല്ലാ കുട്ടികളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നമാണ്. സാർ നോട്ട്സ് എഴുതി എൻ്റെ കാലം മുഴുവൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മണിക്കൂറുകളാണ് ഓരോ ചാപ്റ്റേഴ്സിനെയും നോട്ട്സ് എഴുതി തീർക്കുന്നത്. നോട്ട്സിന് എന്താണ് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. മക്കളെ, അതിനുള്ള ബെസ്റ്റ് അവർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാളറാണ്. നമ്മുടെ ആപ്പിനകത്തുള്ള അഗ്നി ബാച്ചുള്ള മക്കൾക്ക് എല്ലാവർക്കും അറിയാം, എൻ ഗെയിമിനകത്തുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് എഴുതേണ്ട. ആ PDF നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വയ്ക്കാം. ലൈവ് ക്ലാസ്സുകളുടെ ഇടയിൽ ജസ്റ്റ് ഫില്ല് ചെയ്ത് പോയാൽ മതി. സോ അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എൻ ഗെയിമിലുള്ള കുട്ടികൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇൻസ്റ്റാളറും മൈൻഡ് മാപ്പുമാണ്. ഷോർട്ട് നോട്ട്സിന് വേണ്ടി നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല. ലൈവ് കാണുമ്പോൾ ആ പറയുന്ന PDFനകത്തുള്ള ഫില്ല് ചെയ്യേണ്ട സ്ഥലങ്ങൾ മാത്രം ഫില്ല് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. അത്രയും അടിപൊളി മെറ്റീരിയലാണ് ഇൻസ്റ്റാളർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അങ്ങനെ ഒരു ബാച്ചിനകത്ത് കറൻ്റ്ലി നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇനിയും നിങ്ങൾക്ക് അഗ്നി ബാച്ചിനകത്ത് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. എൻ ഗെയിമിനകത്ത് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഇപ്പോഴും നമ്മുടെ ന്യൂ ഇയർ ഓഫർ കറൻ്റ്ലി ഉണ്ട് 15%. 999400 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക. മറന്നു പോകരുത്. നമ്പർ ഒന്ന് താഴെ സ്ക്രീനിൽ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്പർ ഒന്ന് നോക്കിയിട്ട് ഒന്ന് കോൾ ചെയ്യാൻ നോക്കുക. എൻ ഗെയിമിനകത്ത് ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കിട്ടും. ഇൻസ്റ്റാളറും മൈൻഡ് മാപ്പും. റൈറ്റ്. സോ നോട്ട്സിനെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് പറയാനുള്ള കാര്യം, ലാസ്റ്റ് വൺ, കോൺഫിഡൻസ് കുറവാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എത്ര തന്നെ ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളുടെ ബെസ്റ്റ് പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വേണം. പലർക്കും കോൺഫിഡൻസ് തീർത്തും കുറവാണ്. മക്കളെ, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ആരെയാടാ വിശ്വസിക്കുക? നിങ്ങൾ ആദ്യം നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളുടെ എഫേർട്ടിനെ വിശ്വസിക്കുക, നിങ്ങളുടെ കപ്പാസിറ്റിയെ വിശ്വസിക്കുക. എനിക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ. ഇതെൻ്റെ തലയ്ക്ക് മുകളിൽ വരുന്ന പരീക്ഷയൊന്നുമല്ല. ഇതൊക്കെ നിസ്സാരമായി തന്നെ ഫുൾ A+ഉം ഫുൾ മാർക്കും എനിക്ക് അടിച്ചെടുക്കാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരണം. നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിക്കണം. ആ കോൺഫിഡൻസ് വെച്ച് വേണം നിങ്ങൾ ഇനി വരാൻ പോകുന്ന ഓരോ പരീക്ഷയും നേരിടാൻ വേണ്ടിയിട്ട്. ക്രിസ്മസ് പരീക്ഷ ഒരു പാഠമാണ്, അല്ലാതെ ഇത്
ഇതല്ല അവസാനം എന്ന് പറയുന്നത്. ഇനി വരാനിരിക്കുന്ന ബോർഡ് എക്സാം ആണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ പ്രിന്റ് ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി തയ്യാറെടുക്കുക. ഈ പറയുന്ന പരീക്ഷയിൽ സംഭവിച്ച തെറ്റുകളും മിസ്റ്റേക്കുകളും മനസ്സിലാക്കി ഇനി വരാനിരിക്കുന്ന ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. മറ്റൊരു കാര്യം അവസാനമായിട്ട് പറയുകയാണ്, ഒരു ദിവസം 1 മണിക്കൂറും 1.5 മണിക്കൂറും പഠിച്ചതുകൊണ്ട് ഒരിക്കലും ബെസ്റ്റ് മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂർ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുക. അത് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായാലും എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ്. ഒരു ദിവസം 3 മണിക്കൂറിൽ കുറഞ്ഞ ഒരു പഠിത്തമില്ല. മിനിമം ഒരു 3 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ രാവിലെ സാധിക്കുമെങ്കിൽ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എണീറ്റ് ശീലിക്കുക. പല മക്കളും എണീക്കുന്ന 6 മണിക്കും 6:30ക്കുമാണ്. ഒന്ന് മാറ്റി വയ്ക്കുക. ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് അത് നിങ്ങളുടെ റൂട്ടീൻ്റെ ഭാഗമായിരിക്കും. ഒരു 5 മണി എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് നോക്കുക. ആദ്യത്തെ ഒരാഴ്ച ഒന്ന് അലാറം ഒക്കെ വെക്കുക, അല്ലെങ്കിൽ അച്ഛനും അമ്മയോട് ഒന്ന് എണീപ്പിക്കാൻ പറയുക. പിന്നീട് അങ്ങോട്ട് തന്നെ നിങ്ങൾ എണീറ്റോളും. രാവിലത്തെ 1 മണിക്കൂർ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മികച്ച മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളിൽ പലരും ചോദിക്കുന്ന പോലെ ഇനി പഠിച്ചാൽ ബെസ്റ്റ് മാർക്ക് കിട്ടുമോ? തീർച്ചയായും ഇനി പഠിച്ചാൽ ബെസ്റ്റ് മാർക്ക് കിട്ടും. ഇനി പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ എൻഗെയിം ബാച്ചിനകത്ത് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഓഫർ പ്രൈസോടുകൂടി തന്നെ കറൻറ്റ്ലി അഡ്മിഷൻ എടുക്കാം. നമ്പർ കാണുന്നുണ്ടാവും. നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഇൻസ്റ്റാൾ ആൻഡ് മൈൻഡ് മാപ്പ് ടോപ്പർ സീരീസ് എല്ലാം അടങ്ങുന്ന ഏറ്റവും എക്സ്ക്ലൂസീവായ ഏറ്റവും അടിപൊളിയായ അഫോർഡബിളായ ബാച്ചാണ് എൻഗെയിം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. ആഗ്രഹമുള്ള എല്ലാ മക്കളും വായോടെ നമുക്ക് തകർക്കാം. അടിപൊളി മാർക്ക് തന്നെ നമുക്ക് ഉറപ്പിക്കാം. സോ ഗൈസ്, കാണാം. ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ചെയ്യുക.